എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുഴലപ്പം ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ആദ്യം നമുക്ക് അരിപ്പൊടി എടുക്കാം. ഈ ഒരു ഗ്ലാസ്സിനാണ് അളന്നെടുക്കുന്നത്. നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന അതേ അരിപ്പൊടി തന്നെയാണിത്. ഒരു 3 ഗ്ലാസ് അരിപ്പൊടി എടുത്തു. അതിനുശേഷം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മളതൊന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് എള്ളിടാം. അതിനുശേഷം കുറച്ച് ജീരകവും കൂടെ ഇട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിനാവശ്യമുള്ളത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, നാളികേരം, അതിൻ്റെ കൂട്ടത്തിൽ ജീരകം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ആദ്യം അരച്ചെടുത്തു. അതിലേക്ക് തന്നെ നാളികേരവും അരച്ചെടുത്തു. അത് നമ്മൾ ഈ പൊടി വറുക്കുന്ന അതിലേക്ക് ചേർത്ത് ഇതേപോലെ മിക്സ് ചെയ്യാം. വളരെ ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കാൻ. കുറച്ച് വെള്ളം ചൂടാക്കി അതുകൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് നന്നായി കുഴച്ചെടുക്കും. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു ഇത് കുഴച്ചെടുത്തു. ഇനി നമുക്കിതുപോലെ വാഴയിലയൊന്ന് തീയിലൊന്ന് വാട്ടിയെടുക്കാം. ഇതിൽ നിന്നും ചെറിയ ഓരോ ഉണ്ടകളാക്കി നമുക്ക് എടുക്കാം. ഈ വലിപ്പത്തിൽ മതി. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് പരത്തണം. അതിനായിട്ട് ഒരു ചപ്പാത്തി പലക വെക്കാം. അതിലേക്ക് നമ്മൾ വാട്ടിയെടുത്ത വാഴയിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമ്മുടെ ഉണ്ട അതിൽ വെച്ച് അതിനുശേഷം അതിൻ്റെ മുകളിലും ഒരു വാഴയിൽ അതേപോലെ വെച്ച് ഇതുപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പം ഈ പാകത്തിൽ വന്നു. ഇനി നമ്മൾക്ക് ഇതിൽ നിന്ന് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അതിനുശേഷം ഇങ്ങനെയാണ് കുഴലപ്പത്തിൻ്റെ ഷേപ്പ് ഉണ്ടാക്കുന്നത്. ഇനി അതൊന്ന് നന്നായിട്ട് ഈ ഭാഗം പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ അത് വിട്ട് വരും. പ്രസ് ചെയ്ത് യോജിപ്പിച്ചു. അപ്പോൾ എല്ലാം തന്നെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാനായി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ തന്നെ നമുക്ക് ഒഴിക്കാം. അതാണ് നല്ല ടേസ്റ്റ്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കത് സിമ്മിലേക്ക് മാറ്റാം ഫ്ലെയിം. ഇനി ഓരോന്നായി നമുക്കതിലേക്ക് എടുത്തിട്ട് വറുത്ത് പോരാം. ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ചെയ്യാൻ. പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുഴലപ്പം റെഡിയായി കിട്ടി, പാകത്തിനായി കിട്ടി. എല്ലാവർക്കും ഇഷ്ടം ആവുന്ന ഒരു സ്നാക്കാണ് കുഴലപ്പം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും സാധിക്കും. ദിവസങ്ങളോളം കേടുകൂടാതെ ഇരിക്കുന്ന ഒരു സ്നാക്ക് കൂടിയാണിത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.